പരിശുദ്ധമായ നാമം ഈ ഉച്ചയോടനുബന്ധിച്ച് ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരികത്തും അകലെയുമായി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ തരുണത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. പുനലൂർ ഗോസ്ബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ അനേക ദേശങ്ങളിൽ ഇതുപോലെ കടന്നിരുന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ഇതുപോലുള്ള സാമൂഹിക വിപത്തുകൾക്ക് നേരെ സുവിശേഷത്തിലൂടെ ബോധവൽക്കരണ സന്ദേശങ്ങൾ നടത്തി വരുവാൻ ഇളയവരായ ഞങ്ങളെ ദൈവം കഴിഞ്ഞ നാളുകളിലും സഹായിച്ചു. ഈ നാളുകളിലും ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ദേശനിവാസികളുടെയും ശ്രദ്ധ ഈ തരുണത്തിൽ ഞങ്ങൾ ചോദിച്ചുകൊള്ളട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ നാളുകളിലൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നാം കാണുന്നത് പോലെ എങ്ങും ദേശങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെയും എങ്ങും ദേശമെങ്ങും അരാജകത്വങ്ങളും അസമാധാനവും കൊടികൊണ്ടു വാഴുന്ന ഒരു കാലയളവിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഇന്ന് ഞാൻ ന്യൂസ് പരിശോധിച്ചപ്പോൾ കണ്ണൂരിനടുത്ത്, നമ്മൾ എല്ലാവരും അത് അറിഞ്ഞു കാണണമെന്നില്ല, കണ്ണൂരിനടുത്ത് ഒരു 17-18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ടീനേജ് പ്രായമുള്ള ഒരു സഹോദരി തന്റെ കുടുംബത്തിലെ വിഷയങ്ങളുടെയൊക്കെ പേരിൽ സ്വസ്ഥതയില്ലാത്തത് കൊണ്ട്, സമാധാനമില്ലാഞ്ഞതുകൊണ്ട് താൻ പഠിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താൻ ചാടി ആത്മഹത്യ ചെയ്യുവാനിടയായി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇതുപോലെ ഞങ്ങൾ അനേക ഇടങ്ങളിൽ കടന്നു എന്ന് ഞങ്ങളാലാവുകളും ഞങ്ങൾക്ക് ദൈവം നൽകിയ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ ഉപകാരങ്ങളെ ഞങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുവാനും അതിലൂടെ അനേകരെ ആ സത്യത്തിന്റെ പാതയിലേക്ക് നടത്തുവാൻ എളിയവരായി ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കുന്നു. ഇന്ന് ഒരു പക്ഷേ ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ അസമാധാനത്താൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എന്തെന്ന് അനുഭവിക്കാതെ, കുടുംബത്തിൽ അനുഭവിക്കാതെ അനവധി സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. മനുഷ്യരാൽ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത, മനുഷ്യരാൽ മാറ്റം വരുത്തുവാൻ കഴിയാത്ത ഏതൊരു വിഷയത്തിനും നിശ്ചയമായും ദൈവത്തിന് പരിഹാരം വരുത്തുവാൻ സാധിക്കും. അതാണ് പ്രിയമുള്ളവരെ ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ വിളിച്ചറിയിക്കുവാൻ ഇടയായി തീർന്നത്. ഒരിക്കലും ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ അറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചിരുന്നില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, അന്ന് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനവധി അനുഭവങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുവാൻ ഇടയായി തീർന്നു. അത് മുഖാന്തരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആ കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയമാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഭാരിച്ച കടബാധ്യതയാൽ ഭാരപ്പെടുന്ന, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ ഇന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരിക്കലും നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കലും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടുവാൻ ഒരിക്കലും സാധ്യമല്ലെന്ന് ഈ തരുണത്തിൽ ഞങ്ങൾ ഓർപ്പിച്ചുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മനുഷ്യരുടെ ഏത് പ്രതിസന്ധികൾക്കും പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു ചെല്ലുവാൻ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവഴുത്തിൽ ഇപ്രകാരം പറയുന്നത്, ദൈവം അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോഴും എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടുവാൻ നമ്മുടെ മനസ്സിന് ഒരു പരിവർത്തനം വന്ന് നാം ആ ദൈവത്തിങ്കിലേക്ക് അടുക്കണമെന്ന് ദൈവം നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ സകല സൃഷ്ടികൾക്കും മീതെ തന്റെ സ്വരൂപത്തോട് സാദൃശ്യത്തോടും ഏകീഭവിച്ചവരായി ദൈവം സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ഒരിക്കലും ഒരുപക്ഷെ ഇന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തെ നിരസിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും ഒളിച്ചോടുവാൻ സാധ്യമല്ല. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന എന്റെ ജീവിതത്തിൽ ഒരു നാളിൽ ഞാനും ഇതുപോലെ വചനം കേട്ട സമയങ്ങളിൽ മറ്റുള്ളവർ എന്നെ ബോധവൽക്കരണത്തിലൂടെ
എന്നോട് സുവിശേഷം പങ്കുവെച്ചപ്പോൾ അതിനോട് മുഖം തിരിച്ചു നിന്ന സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ എന്റെ അനുഭവം പറഞ്ഞാൽ ഞാനൊരു രോഗത്തിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. ഓറ മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു അസുഖം എന്റെ ജീവിതത്തിൽ ഇന്നേക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് വരുവാനിടയായി തീർന്നു. ഞാൻ അനവധി ആശുപത്രികളിൽ പോയ വ്യക്തിയാണ്. അനവധി മരുന്ന് ഞാൻ എടുക്കുവാനിടയായി തീർന്നു. അന്ന് എന്റെ ജീവിതത്തിലെ ആ ഭാരമേറിയ ആ സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവം, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ കഷ്ടത, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രതിസന്ധി വന്നെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുവാനിടയായി. അന്നതുപോലെ അനേക പ്രിയപ്പെട്ടവർ എന്നെ വചനത്തിലൂടെ കൃതമായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുവാനും മറ്റ് ഏത് മനുഷ്യനും ഏത് പ്രശ്നത്തിലൂടെ കടന്നുപോയാലും അതിനുള്ള ഏക പരിഹാരം കർത്താവായ യേശുവാണ് സുവിശേഷത്തിലൂടെ എന്നോട് പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, അന്ന് ഞാൻ ആ വചനത്തോട് പലപ്പോഴും മുഖം തിരിച്ചു വന്നു. പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ പിന്നീട്ടതിൽ കർത്താവായ യേശുവിനെ അറിയുവാനും ആ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് പരിപൂർണമായ വിടുതൽ ലഭിക്കുവാനും ദൈവം എന്നെ സഹായിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞങ്ങൾ പറഞ്ഞുകൊള്ളുന്നു, ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾ ദൈവനിഷേധികളായി സുവിശേഷത്തോട് മുഖം തിരിച്ച സമയങ്ങളുണ്ട്. എന്നാൽ ദൈവം ഞങ്ങൾ ഒരു നാളും കൈവിട്ടില്ല. അതുകൊണ്ട് തിരുവെഴുത്തിൽ വചനത്തിൽ പ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതേ സഹോദരങ്ങളെ, ഇന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ, നിങ്ങൾ പാപത്തിൽ നശിക്കുവാതിരിക്കുവാൻ, നിങ്ങൾ ഈ ലോകത്തിന്റെ അധിപതിയായ പിശാചിന്റെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ട് നിങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, നിശ്ചയമായും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും. കർത്താവായ യേശു താൻ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവരേശയും അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, അവരുടെ പാപത്തിൽ നിന്ന് വിമോചിക്കുവാൻ ഈ ഭൂമിയിൽ യേശു അവതരിക്കുവാൻ ഇടയായി തീർന്നു. മതജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച്, എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച്, പാപിയായ മനുഷ്യനെ ചേർത്ത് പിടിച്ച്, പാപത്തിന്റെ വഴികളിൽ നിന്ന് അനേകരെ വിമോചിച്ച്, രോഗികളെ സൗഖ്യമാക്കി, ഭൂത ബാധിച്ചവരെ സ്വതന്ത്രമാക്കി, ഈ ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ വിശ്വസ്തയോടെ പൂർത്തീകരിച്ച് സകല മാനവരാശിയുടെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെണ്ണീറ്റ് ഇന്നും സ്വർഗത്തിൽ മാനവരാശിക്ക് വേണ്ടി മനുഷ്യൻ രക്ഷപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സകല മനുഷ്യർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഈ യേശു കർത്താവിനെയാണ് ഇന്ന് ഈ ഉച്ചയോടനുബന്ധിച്ച സമയത്ത് ഞങ്ങൾ ഈ ദേശത്തോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. അതേ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏത് അനുഭവങ്ങളിലും ഞങ്ങൾ പറയട്ടെ, ഈ വിശ്വസ്തനായ ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ ആ ദൈവം നിങ്ങളെ സഹായിക്കും. ഒരു പക്ഷേ ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ രോഗമാകട്ടെ, കടമാകട്ടെ, പ്രയാസമാകട്ടെ, നിങ്ങളാൽ പരിഹരിക്കപ്പെടാത്ത ഏത് വിഷയമാകട്ടെ, ഇന്ന് ഞങ്ങളുടെ ഈ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ ഒരു നിമിഷം നിങ്ങളെ തന്നെ ആ ദൈവം മുമ്പാകെ സമർപ്പിച്ച് ആ ദൈവത്തിന്റെ കരത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഞങ്ങൾ പറയട്ടെ, നിശ്ചയമായും നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ ആ ദൈവം നിങ്ങളെ സഹായിക്കുവാനിടയായി തീരും. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഇപ്രകാരം തിരുവെഴുത്തിനോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. മത്തായി സുവിശേഷം 4 പ്രകാരം പറഞ്ഞ വാചകത്തെ രേഖപ്പെടുത്തുവാനിടയായി തീർന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുകയും. അതേ സഹോദരങ്ങളെ, നമുക്കറിയാം, ഏതൊരു മനുഷ്യനും ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞ് ഒരു സമയമാകുമ്പോൾ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടുവാനിടയായി തീരും. ഒരുപക്ഷെ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളിൽ, നമ്മുടേതായ വഴികളിൽ ജീവിക്കുകയാണെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കാതെ, ദൈവമുഖം അന്വേഷിക്കാതെ, ദൈവശബ്ദത്തെ ശ്രമിക്കാതെ, ഒരുപക്ഷെ ഇതുപോലുള്ള സന്ദേശങ്ങളിലൂടെ ആയിരിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ഇടപെടുന്നത്. അതിനോടൊക്കെ മുഖം തിരിക്കുമായിരിക്കാം. ഒരുപക്ഷെ താങ്കൾ, ഞങ്ങൾ പറയട്ടെ, ഒരിക്കലും താങ്കളുടെ ആത്മാവിന് മരണശേഷം മോക്ഷം ഉണ്ടാകുകയില്ല. തിരുവെഴുത്തിൽ വചനം വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അതേ സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും. നമ്മുടെ ഈ ഭൂമിയിലെ അല്പകാലമായിരിക്കാം. ഒരുപക്ഷെ
70 സംവത്സരമായിരിക്കാം, 80 സംവത്സരമായിരിക്കാം, ഏറെ പോയാൽ 100 വർഷമായിരിക്കാം. ഏത് സമയത്ത് നാം മരിക്കുമെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ആത്മാവിനെ നമ്മളിൽ തന്ന ദൈവം നമ്മുടെ ആത്മാവിനെ തിരിച്ചു ചോദിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ആ ദൈവം മുമ്പാകെ നമ്മുടെ മരണശേഷം നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിതാവിന്റെ സന്നിധിയിൽ നാം എത്തിച്ചേരണമെങ്കിൽ ഈ ഭൂമിയിൽ നാം ആ ദൈവത്തെ സ്വീകരിക്കുവാൻ, ആ ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവമുഖം അന്വേഷിച്ച് ആ ദൈവത്തിന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ച് ആ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ നാം തയ്യാറാകണം. ഇന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അനേക പ്രിയപ്പെട്ടവർ മദ്യത്തിനും മയക്കുമരുന്നിനും ഈ ലോകത്തിൻ്റെതായ മ്ലേച്ഛതകളിലുമൊക്കെ അവർ രസിച്ചും അവരുടേതായ ജീവിതത്തിൽ ആസ്വദിച്ചും ജീവിക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ മരിക്കും, മരണശേഷം എന്റെ നിത്യത എവിടെ? അത് പലരും ചിന്തിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഉച്ചയോടനുബന്ധിച്ച സമയത്ത് ഞങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ നിത്യത നാം ഉറപ്പാക്കണം. നാം തന്നെ ഈ ഭൂമിയിൽ വെച്ച് ആ നിശ്ചയം നാം പ്രാപിച്ചിരിക്കണം. എന്റെ മരണശേഷം ഞാൻ സ്വർഗത്തിലാണോ എത്തിച്ചേരുന്നത്, അതോ ഞാൻ നരകത്തിലാണോ എത്തിച്ചേരുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, സ്വർഗം എന്നത് ദൈവം അധിവസിക്കുന്ന ഇടമാ. എന്നാൽ സ്തോത്രം, നരകം എന്ന ഒരു വസ്തുതയുണ്ട്. ആ നരകം കെടാത്ത തീയ. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ പാപം ചെയ്ത് ദൈവത്തോടകന്ന് ദൈവ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ അവൻ എത്തിച്ചേരുന്നത് നിത്യ നരകത്തില. ഒരു മനുഷ്യന് നമ്മളെ രക്ഷിക്കുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യന് നമ്മളെ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ സാധ്യമല്ല. ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ പാപങ്ങളെയും നിങ്ങളുടെ തെറ്റുകളെയും നിങ്ങളുടെ കുറവുകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ആ ദൈവത്തിന്റെ മുമ്പാകെ പാപക്ഷമയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊള്ളുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പോടെ പറയട്ടെ, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച്, നിങ്ങളുടെ പാപങ്ങളെ കഴുകി, നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആ നിത്യതയിലെത്തുവാൻ, ആ നിത്യസ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ആ കൃപയെ ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകുവാൻ ഇടയായി തരും. അപ്പൊ സഹോദരങ്ങളെ, ഞങ്ങൾ പറയുന്ന നിത്യജീവൻ, ഈ നിത്യജീവൻ പ്രാപിക്കുന്ന, ഈ നിത്യജീവൻ അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി നിശ്ചയമായും ആ നിത്യസ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങളെ തന്നെ ദൈവം മുമ്പാകെ താഴ്ത്തി സമർപ്പിച്ച് നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിനായി നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ, ആ ദൈവവചന പ്രകാരം ജീവിക്കുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊള്ളുമെങ്കിൽ നിശ്ചയമായും ആ നിത്യസ്വർഗത്തിലെത്തി ആ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എന്റെ കഷ്ടതയിൽ, എന്റെ രോഗാവസ്ഥയിൽ എന്നെ വിടുവിച്ച ദൈവം, എന്നെ പ്രാർത്ഥനയിലൂടെ മരുന്നിനെ വിടുവിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ച എന്റെ കഷ്ടത്തിൽ, എന്റെ രോഗത്തിൽ എന്നെ വിടുവിച്ച ദൈവം നിശ്ചയമായും നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന ഏതവസ്ഥയിൽ നിങ്ങളെ വിടുവിച്ച്, നിങ്ങളെ രക്ഷിച്ച് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായി ആ നിത്യസ്വർഗം പ്രാപ്തമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ സന്ദേശം, ഈ ഹ്രസ്വമായ സന്ദേശം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.